1943 അതുവരെ കാണാത്ത ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ വന്നു. ഫീമെയിൽ ലീഡ്, മെയിൽ ലീഡ്, അനിമട്രോണിക്സ് ഇതൊന്നുമല്ലാത്ത പുതിയൊരു സ്റ്റാർട്ടപ്പ്, പുതിയൊരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ. ഒരുപാട് ഇൻവെൻഷൻസും ഇൻവെൻഷൻസും സംഭവിച്ച ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ, സൗണ്ട് ഇല്ലാത്ത സിനിമകൾ, പിന്നീട് കളർ സിനിമകൾ വരുന്നു, അതുപോലെ ആനിമേറ്റഡ് സിനിമകൾ വരുന്നു. എന്നാൽ 1943 ആദ്യമായി ആനിമൽ മെയിൻ ലീഡിലെത്തിയ സിനിമ സംഭവിച്ചത്. ഹോളിവുഡിലാണ് ആ സിനിമ സംഭവിച്ചത്. 1940 ഇറങ്ങിയ ഒരു നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമ ലാസി കം ഹോം. ഈ നോവൽ കുട്ടികൾ ഉൾപ്പെടെ ഫാമിലിക്കും ഒരുപാട് പ്രിയപ്പെട്ടതായി മാറി. അപ്പോഴാണ് ഇതിലൊരു സിനിമയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രൊഡക്ഷനുകൾക്ക് മനസ്സിലായത്. അങ്ങനെ 1943 ലാസി കം ഹോം റിലീസ് ചെയ്തു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം അവരുടെ പെറ്റിനെ വേറൊരു ഫാമിലിക്ക് കൈമാറുന്നു. എന്നാൽ അവരുടെ വളർത്തുനായ പഴയ ഫാമിലിയെ തേടി മൈലുകളോളം യാത്ര ചെയ്യുന്നതാണ് ആ ഒരു സിനിമയുടെ പ്ലോട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഓഡിയൻസ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്? വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമകൾ, അതുപോലെ തന്നെ ആനിമൽസ് അഭിനയിക്കുന്നത് കാണാനായിട്ടും അവരുടെ മാനറിസംസും ചെറിയ ചെറിയ കോമഡി സീൻസൊക്കെ കുട്ടികൾക്ക് ആവേശം ഉണ്ടാക്കി, അതുപോലെ പെറ്റ് ലവേഴ്സിനും ഒരുപാട് പ്രിയപ്പെട്ടതായി മാറി. മലയാള സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗജകേസരി യോഗം ആനപ്രേമികൾക്കും ഒപ്പം കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസുകൾ അന്ന് നേരിട്ടിട്ടുണ്ടായിരുന്നു. കാരണം മൃഗങ്ങൾ മെയിൻ ലീഡിലെത്തുമ്പോൾ അവരെല്ലാ സമയവും ഒരുപോലെ പെരുമാറണമെന്നില്ല. ചില ഷോട്ടുകൾക്ക് വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടതൊക്കെ വരും. അപ്പോൾ 2 or 3 സദൃശ്യമുള്ള മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടായിരുന്നു ചിത്രീകരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. മൃഗങ്ങളോടൊപ്പം തന്നെ അവരുടെ ട്രെയിനേഴ്സും സിനിമകളുടെ ഭാഗമായി മാറി. റിംഗ് മാസ്റ്റർ എന്ന സിനിമ അതിനുത്തമ ഉദാഹരണമാണ്. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന മൃഗങ്ങൾ മാത്രമല്ല, നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന മൃഗങ്ങളും കഥാപാത്രമായി എത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നായകന് പ്രതിനായകനായി എത്തുന്നതും മൃഗങ്ങളായിരിക്കും. അപ്പോൾ മലയാള സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൃഗയ, പുലിമുരുകൻ, നമ്മൾ ഹോളിവുഡിലേക്ക് പോയ ജാസ്, പിരാന, ഇതൊക്കെ തന്നെയും ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ പാക്കോട് കൂടി വന്നിട്ടുള്ള സിനിമകളായിരുന്നു. മലയാളത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ളൊരു ആനിമൽ കഥാപാത്രം സേഡ് മൂസയിലെ അർജുനാണ്. കാരണം അവരുടെ ആ ഒരു ബോണ്ടും ആ ഒരു റിലേഷൻഷിപ്പും ഒക്കെ ആ ഒരു സിനിമയിൽ മനോഹരമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മൃഗങ്ങളെ പോലെ തന്നെ ഒരു ലിമിറ്റഡ് പീരീഡ് നമുക്ക് അഭിനയിപ്പിക്കാനും ചിലപ്പോഴൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാമറ ചലിപ്പിക്കുകയും ചെയ്യേണ്ട വന്ന സിനിമകളുണ്ട്. യെസ്, കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സിനിമകൾ. അടുത്ത എപ്പിസോഡിൽ ഈ സിനിമകളെ പറ്റിയായിരിക്കും ചർച്ച ചെയ്തത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.